വചനം വചനം ത്രിയേക ദൈവമം വചനം. ഉത്തിതനായ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവകരുണയുടെ തിരുനാളിനെയും പുതുഞായറിനെയും ആശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടി നേരുകയാണ്. ഇന്ന് ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും ഇടയിലേക്ക് കടന്നു വന്ന ഉത്തിതനായ യേശു നൽകുന്ന സമാധാനമാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. ഈ നിമിഷത്തെക്കുറിച്ച് ഭാവനയിൽ നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം. രാത്രി വാതിലുകളെല്ലാം അടച്ചിരിക്കുന്നു. ആരും സംസാരിക്കുന്നില്ല. ചെറിയ ശബ്ദം പോലും ഭയമുളവാക്കുന്നതാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയാണ്. മാനസികമായി അവർ തകർന്നിരിക്കുന്നു. പെട്ടെന്ന് ഈശോ അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നു. അവിടുന്ന് ദേഷ്യപ്പെടുന്നില്ല, ചോദ്യങ്ങളില്ല, തിരുത്തുന്നില്ല. ഒരൊറ്റ വാചകം മാത്രം: നിങ്ങൾക്ക് സമാധാനം. 3 പ്രാവശ്യം ഇന്നത്തെ സുവിശേഷത്തിൽ അവിടുന്ന് ശിഷ്യന്മാരോട് നിങ്ങൾക്ക് സമാധാനമെന്ന് അരുൾ ചെയ്യുന്നുണ്ട്. ജീവിതത്തിലെ ഭയങ്ങളുടെ മധ്യേ ഈശോ നമുക്ക് സമാധാനം നൽകുന്നു. ശിഷ്യന്മാർ ശക്തിപ്പെടുന്നതിന് വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നില്ല. അവരുടെ ഭയമെല്ലാം മാറാൻ വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നില്ല. അവർ ഭയപ്പെട്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈശോ അവർക്ക് സമാധാനം വാഗ്ദാനം ചെയ്യുന്നത്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സഹോദരങ്ങളെ, എൻ്റെ ഭയത്തിൻ്റെ അവസ്ഥകളെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഞാൻ സമാധാനം സ്വന്തമാക്കും. ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ എനിക്ക് സമാധാനം കിട്ടും. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു ഈശോ അടച്ചിട്ട മുറിയിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ജീവിതത്തിൽ അടച്ചിട്ട മുറികൾ ഏതൊക്കെയാണ്? നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ആകുലതകളും ഭയത്തിൻ്റെ അവസ്ഥകളും അടച്ചിട്ട മുറികളാണ്. കുടുംബത്തിലെ പിരിമുറുക്കങ്ങൾ അടച്ചിട്ട മുറികളാണ്. നിശബ്ദമായി നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾസ്, ടെൻഷൻ, ഇതെല്ലാം അടച്ചിട്ട വാതിലുകളാണ്. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠതകൾ അടച്ചിട്ട വാതിലുകളാണ്. ഇവയ്ക്കെല്ലാം ഇടയിലേക്ക് ഈശോ കടന്നുവെന്ന് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. രണ്ടാമതായി, സമാധാനം പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല. ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രോബ്ലം ഫ്രീ ലൈഫല്ല, പ്രശ്നങ്ങൾ അകന്ന ജീവിതമല്ല. ഇന്നും പെട്ടെന്ന് തന്നെ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിപ്പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പ്രാർത്ഥനകൾ എപ്പോഴും ദൈവസന്നിധിയിൽ കേൾക്കപ്പെട്ടു എന്നെനിക്ക് തോന്നണമെന്നില്ല. തീർച്ചയായും ജീവിതത്തിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്നാലും നമുക്ക് സമാധാനം സാധ്യമാണ്. കാരണം പ്രതിസന്ധികളുടെ നടുവിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് ഈശോ നമുക്ക് സമാധാനം ആശംസിക്കുന്നത്. മൂന്നാമതായിട്ട്, അടിയുറച്ച വിശ്വാസത്തിലൂടെ എന്നും സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ സംശയാലുവായ തോമാശ്ലീഹായെ നമ്മൾ കാണുന്നു. അവൻ പറയുന്നു, ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന് മറ്റു ശിഷ്യന്മാർ തോമാശ്ലീഹായോട് പറയുമ്പോൾ അവൻ പറയുന്നു, അവൻ്റെ കൈകൾ കാണുകയും ആ മുറിപ്പാടുകളിൽ എൻ്റെ വിരൽ കടത്തുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വച്ചല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. അതായത് ആദ്യം തെളിവ്, പിന്നെ വിശ്വാസം. തീർച്ചയായും തോമാശ്ലീഹ നമ്മിൽ ഒരാളെപ്പോലെ മനുഷ്യനായിരുന്നു, തികച്ചും സാധാരണക്കാരനായ മനുഷ്യൻ. എന്നാൽ ഈശോ തോമാശ്ലീഹായെ വിളിച്ചിട്ട് പറയുന്ന കാര്യം ശ്രദ്ധേയമാണ്. എന്താണോ തോമാശ്ലീഹ ആവശ്യപ്പെട്ടത് അതുതന്നെയാണ് ഈശോ തോമാശ്ലീഹയോട് പറയുന്നത്. നിൻ്റെ വിരൽ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ വിരലുകൾ ഇട്ട് ബോധ്യപ്പെടുക. നിൻ്റെ കൈ കൊണ്ടുവരിക, എൻ്റെ പാർശ്വത്തിൽ വെച്ചുകൊള്ളുക. അപ്പോൾ തോമാശ്ലീഹ പറഞ്ഞു, വിശ്വാസത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്പോൾ ഈശോ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. തോമ, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ.
ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. ഈ പ്രപഞ്ചം തന്നെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിയാണ്. അവിടെ സംശയങ്ങൾക്കിടമില്ല. ദൈവത്തിൻ്റെ വൈഭവങ്ങൾ നാം കൺമുമ്പിൽ കാണുമ്പോൾ അവിടെ അവിശ്വാസത്തിന് സ്ഥാനമില്ല. അടിയുറച്ച വിശ്വാസം ഹൃദയത്തിൽ നിലനിൽക്കുമ്പോൾ പ്രതിസന്ധികൾക്കിടയിലും സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കും. പ്രിയമുള്ളവരെ, ദൈവകരുണയുടെ തിരുനാളിൽ അടച്ചിട്ട മുറികളാകുന്ന എൻ്റെ ജീവിതത്തിലെ ഭയങ്ങളുടെ മധ്യേ, അസമാധാനത്തിൻ്റെ, പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും അടച്ചിട്ട വാതിലുകളിലൂടെ അവിശ്വാസത്തിൻ്റെ അടച്ചിട്ട മുറികളിലേക്ക് സമാധാനവുമായിട്ട് കടന്നു വരുന്ന ഈശോ എൻ്റെ ഹൃദയത്തിലും സമാധാന രാജാവായി വാഴുന്ന കൃപയ്ക്കായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ദൈവകരുണയുടെ തിരുനാൾ ഏറ്റവും സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു.